Hello my dears, welcome to ACS online class. അപ്പോൾ എന്താണ് നമ്മൾ പേജ് നമ്പർ 10 വരെ പഠിച്ചു. ഈ പേജ് നമ്പർ 11. A trip to Bhopal. One sweet box has 1000 sweets. ഒരു വലിയ മിഠായി പെട്ടിയിൽ 1000 മിഠായികളുണ്ട്. ഓക്കെ, ഒരു വലിയ മിഠായിയുടെ പെട്ടിക്കകത്ത് ഒരു റൗണ്ട് പെട്ടിക്കകത്ത് 1000 സ്വീറ്റ്സ് ഉണ്ട്. 1000 മിഠായികളുണ്ട്. അങ്ങനെയെങ്കിൽ ടോട്ടൽ നമ്പർ കണ്ടുപിടിക്കണം. രണ്ട് ബോക്സ് ഉണ്ടെങ്കിലോ രണ്ട് മിഠായി പെട്ടികൾ ഉണ്ടെങ്കിലോ 1000 പ്ലസ് 1000 that is equal to 2000. ഇനി മൂന്ന് മിഠായി പെട്ടികൾ ഉണ്ടെങ്കിലോ 1000 പ്ലസ് 1000 പ്ലസ് 1000 അല്ലേ? 1000 എങ്ങനെ എഴുതുന്നത്? 130 അതിന്റെ കൂടെ അല്ലേ ആഡ് ചെയ്യുക. വൺസിന് നമ്മൾ പ്ലേസ് വാല്യൂ ആദ്യം എങ്ങനെയാ പറയുന്നത്? 1s, 10s, 100, 1000, 10,000, lakh അങ്ങനെ പോകും അല്ലെ? 1s, 10s, 100, 1000. വൺസ് ഒരുമിച്ച് ആഡ് ചെയ്യാം. താഴത്തോട്ടുള്ള വൺസ് ഒരുമിച്ച് ആഡ് ചെയ്യാം. 0, 0 പ്ലസ് 0, 0, 0 പ്ലസ് 0, 0, 1 പ്ലസ് 1 എന്താണ്? 2 അല്ലേ? ഇനി മൂന്ന് മിഠായി പെട്ടികൾ ഉണ്ടെങ്കിലോ 1000 പ്ലസ് 1000 പ്ലസ് 1000 അല്ലേ? വൺസിന്റെ സ്ഥാനത്തോട്ടുള്ള എല്ലാം നമുക്ക് താഴത്തോട്ട് ആഡ് ചെയ്ത് പോവാം. 0 പ്ലസ് 0 പ്ലസ് 0, 0, 0 പ്ലസ് 0 പ്ലസ് 0, 0, 0 പ്ലസ് 0 പ്ലസ് 0, 0, 1 പ്ലസ് 1 പ്ലസ് 1, 3 1 ഉണ്ട്. അപ്പൊ 3. ഇനി നാലാമത്തെ നോക്കി 4 ബോക്സ് ഉണ്ട്. അപ്പൊ 1000 ഫസ്റ്റ് ബോക്സിൽ 1000 ഉണ്ട്, സെക്കൻഡ് ബോക്സിൽ 1000 ഉണ്ട്, തേർഡ് ബോക്സിൽ 1000 ഉണ്ട്, ഫോർത്ത് ബോക്സിലും 1000 ഉണ്ട്. ആഡ് ചെയ്യാം. വൺസിന് സ്ഥാനത്തുള്ള സീറോസ് എല്ലാം നമുക്ക് താഴത്തോട്ട് ആഡ് ചെയ്തു. 0 പ്ലസ് 0 പ്ലസ് 0 പ്ലസ് 0, 0, താഴത്തോട്ട് 4 0 ആഡ് ചെയ്തപ്പോൾ 0 കിട്ടി. പിന്നെയും താഴത്തോട്ട് 4 0, 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 1 എന്ത് കിട്ടി? 4 വൺസ് ഉണ്ട്, 4 അല്ലേ? അങ്ങനെ 5 എണ്ണം വന്നാലും 6 എണ്ണം വന്നാലും എല്ലാം എന്താ? വൺസിന്റെ സ്ഥാനത്തുള്ള സീറോസ് എല്ലാം നമ്പേഴ്സ് എല്ലാം താഴത്തോട്ട് ആദ്യം ആഡ് ചെയ്ത് എഴുതു. പിന്നെ ടെൻസിന്റെ സ്ഥാനത്തുള്ള നമ്പേഴ്സ് എല്ലാം പിന്നെ ആഡ് ചെയ്തു. പിന്നെ 100 ഒരുമിച്ച് ആഡ് ചെയ്തു. പിന്നെ 1000 ഒരുമിച്ച് ആഡ് ചെയ്ത് എഴുതി അല്ലേ? അപ്പൊ 4 ബോക്സ് വന്നാലും 5 ബോക്സ് വന്നാലും 6 ബോക്സ് വന്നാലും 10 ബോക്സ് വന്നാലും എങ്ങനെ ആഡ് ചെയ്യും? 10 എണ്ണം 10 പ്രാവശ്യം 1000 എഴുതി ലാസ്റ്റ് 1 എല്ലാം ഇതുപോലെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇപ്പൊ 9 എണ്ണം വന്നാല് 9000 ആണ്. ഇനി 10 എണ്ണം വന്നാലോ 10,000 അല്ലേ? അവസാനത്തെ ആൻസർ എന്താണ്? 10,000. ഫസ്റ്റ് 2000, 3000, 4000, 5000, 6000, 7000, 8000, 9000, പിന്നെയോ 10,000. ഓക്കെ, ഇനി അഡീഷൻ ആണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. 3000 പ്ലസ് 800. 3000 പ്ലസ് 800 എങ്ങനെ ചെയ്യും? 3800 ചെയ്തേ. 3000 എങ്ങനെ എഴുതും? 3000 പ്ലസ് 800 കണ്ടില്ലേ? 0 ഞാൻ ഇങ്ങോട്ട് കയറ്റി എഴുതിയോ? ഇല്ലല്ലേ? ഇവിടെ 1000ന്റെ സ്ഥാനത്താണ്. ഇത് 1s, 10s, 100, 1000. ഇത് 1s, 10s, 100. 1000ന്റെ സ്ഥാനത്ത് 8ന്റെ ഈ 800ന്റെ കൂടെ ഒന്നുമില്ല, 100 വരെ ഉള്ളൂ. അപ്പൊ ഞാൻ അതായത് പ്ലേസ് വാല്യൂ അനുസരിച്ചാണ് എഴുതിയേക്കുന്നത്. എന്നിട്ടോ പ്ലേസ് വാല്യൂ അനുസരിച്ച് ആഡ് ചെയ്യുക. 0, 0 പ്ലസ് 0, 0, 0 പ്ലസ് 0, 0, 0 പ്ലസ് 8, 8, 3 പ്ലസ് 0 ഇവിടെ ഒന്നുമില്ല. അപ്പൊ 3 ഇങ്ങോട്ട് എഴുതി അല്ലേ? 3800. അങ്ങനെയെങ്കിൽ 4000 പ്ലസ് 600 എങ്ങനെയായിരിക്കും? 4000 പ്ലസ് 600 കണ്ടോ? 0 പ്ലസ് 0 വൺസിന്റെ സ്ഥാനത്തുള്ള 0 ആഡ് ചെയ്തു. 0 ടെൻസിന്റെ സ്ഥാനത്ത് 2 zeros ആഡ് ചെയ്തു. 0 100ന്റെ സ്ഥാനത്ത് 0ഉം 6ഉം. 0 പ്ലസ് 6 എന്താണ്? 6. 1000ന്റെ സ്ഥാനത്ത് 4 ഉള്ളൂ, താഴത്തൊന്നുമില്ല. അപ്പൊ 4 താഴത്തോട്ട് എഴുതി. 4600. ഓക്കെ, അങ്ങനെ 5000 പ്ലസ് 200 എന്ത് കിട്ടും? 5200 കിട്ടും. 1000 പ്ലസ് 800 എന്താണ്? 1800. 7000 പ്ലസ് 500 എന്ത് കിട്ടും? 7500. 9000 പ്ലസ് 300 എന്ത് കിട്ടും? 9300. 4000 പ്ലസ് 400 4400. 8000 പ്ലസ് 100 8100. 6000 പ്ലസ് 700 6700. അങ്ങനെ താഴത്തെ മൂന്നും ഇതുപോലെ ആഡ് ചെയ്തിട്ട് ചെയ്യണം. ഓക്കെ, ഇനി എന്താണ്? ഇനി വലിയ വേറൊരു ടൈപ്പിലെ കണക്ക് പഠിക്കാം. ഇത് തന്നെ ഈ റൂൾ വെച്ചിട്ട് തന്നെ വൺസിന്റെ ഒരുമിച്ച് ആഡ് ചെയ്യാം, ടെൻസ് ഒരുമിച്ച് ആഡ് ചെയ്യാം, തൗസൻഡ്സ് ഒരുമിച്ച് ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്യാൻ പോവാണേ.
3000 ഉണ്ട്. പേജ് നമ്പർ 13 പ്ലസ് 700 പ്ലസ് 20 പ്ലസ് 9. ഓക്കെ, അപ്പൊ ഞാൻ എഴുതാൻ പോവാണേ 3000 പ്ലസ് 700 പ്ലസ് 20 പ്ലസ് 9. കണ്ടോ കണ്ടോ, 1s 10s 100,000. 700 1s 10s 100. 1s 10s 1s മാത്രമേ ഉള്ളൂ 9ല്. അപ്പൊ എങ്ങനെയാ ചെയ്തത്? സാഡിന് പഠിപ്പിച്ചു തരാം. നമുക്ക് 1സിന് താഴോട്ടുള്ളതെല്ലാം ഒരുമിച്ച് ആഡ് ചെയ്യാം. 0 പ്ലസ് 0 പ്ലസ് 0 പ്ലസ് 9 എന്താണ്? 9 അല്ലേ? ഇനി 10സിന് സ്ഥാനത്തുള്ളത് 0 പ്ലസ് 0 പ്ലസ് 2 എന്ത് കിട്ടും? 2. 100 സ്ഥാനത്ത് 0 പ്ലസ് 7 7. 1000 സ്ഥാനത്ത് 3 മാത്രമേ ഉള്ളൂ. അപ്പൊ 3 ഇങ്ങോട്ട് എഴുതി. അപ്പൊ എന്താ ആൻസർ കിട്ടി? 3729. മനസ്സിലായ എല്ലാവർക്കും? 3729. ഇനി വേറൊരു വിദ്യയുണ്ട്, അഡീഷണലി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒരുമിച്ച് നമ്മൾ ഈ നമ്പേഴ്സ് എല്ലാം ഇപ്പൊ ഈ 3700 ഒരുമിച്ച് കൂട്ടി ഞാൻ വെച്ചു. എന്നിട്ട് 20 പ്ലസ് 9 ഞാൻ വേറൊന്ന് കൂട്ടി വെച്ചു. എന്നിട്ട് തമ്മിൽ കിട്ടിയ ആൻസേഴ്സ് ഒരുമിച്ച് കൂട്ടി. എന്നിരുന്നാലും ആൻസേഴ്സ് സെയിം ആയിട്ട് കിട്ടും അല്ലെ? അപ്പൊ ആദ്യം അവർ 20 പ്ലസ് 9 ചെയ്തു. എന്ത് കിട്ടി? 29 കിട്ടി. പിന്നെ 700 പ്ലസ് 29 ചെയ്ത് നോക്കി. അപ്പൊ എന്ത് കിട്ടി? 729 കിട്ടി. എന്നിട്ടോ 3000 പ്ലസ് 729 ചെയ്തു. അപ്പൊ എന്ത് കിട്ടി? 3029 കിട്ടി. 3729 കിട്ടി. അതുപോലെയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമേ. അടുത്ത ദിവസം നോക്കി 3000 പ്ലസ് 400 പ്ലസ് 50 പ്ലസ് 3. മിസ് ഇപ്പൊ പറഞ്ഞ പോലെ 3000 എഴുതി, പ്ലസ് 400 എഴുതി, പ്ലസ് 50 എഴുതി, പ്ലസ് 3 എഴുതി. 1സിന്റെ സ്ഥാനത്തുള്ളതെല്ലാം ആഡ് ചെയ്യുക. 0 പ്ലസ് 0 പ്ലസ് 0 പ്ലസ് 3 3. 0 പ്ലസ് 0 പ്ലസ് 5 5. 10സിന്റെ സ്ഥാനത്തുള്ള 5 മാത്രം കിട്ടി. 0 പ്ലസ് 0 പ്ലസ് 5 5 ആണ്. ഇനി 100ന്റെ സ്ഥാനത്ത് 0 പ്ലസ് 4 കിട്ടി. 1000ന്റെ സ്ഥാനത്ത് 3 മാത്രമേ ഉള്ളൂ. അപ്പൊ 3 ഇങ്ങോട്ട് എഴുതി. ഇതുപോലെ വേറെ ടെക്നിക് ഉണ്ട്. ചെറിയ നമ്പേഴ്സ് ആയാലും ആഡ് ചെയ്ത് പോവാ. 50 പ്ലസ് 3 എന്താണ്? 53. ആ താഴത്തെ ഫസ്റ്റ് ആ റൗണ്ട് ബോക്സിൽ എഴുതിക്കേ 50 പ്ലസ് 3 53. ഇനിയോ 400 പ്ലസ് 53 എന്ത് കിട്ടും? 453. ഓക്കെ, അത് കഴിഞ്ഞ് 3000 പ്ലസ് 453 എന്ത് കിട്ടും? 3000 പ്ലസ് 453 എന്ത് കിട്ടും? 3453. ആഡ് ചെയ്ത് നോക്കാം. 3453 കിട്ടും. ഓക്കെ മിസ്, ഇതൊരു വിദ്യയാണ്. പിന്നെ അല്ലാതെ കണ്ടുപിടിക്കുന്ന വിദ്യ ടെക്സ്റ്റിൽ പറയുന്നത് വെച്ചാൽ എങ്ങനെയാണ്? ഇങ്ങനെയാണ് അല്ലേ? ആദ്യം ഇത് തമ്മിൽ ഒരു റൗണ്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് ഇതുമായിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് ചെയ്ത് വെച്ചു. എന്നിട്ടോ ലാസ്റ്റ് ഒരു പെട്ടി വരച്ചിരിക്കാം അല്ലേ? അപ്പോൾ ആദ്യം 50 പ്ലസ് 3 എന്താണ്? 53. ആഡ് ചെയ്ത് നോക്കുക. 50 പ്ലസ് 3 53. ഇനി 400 പ്ലസ് 53 എന്ത് കിട്ടും? ആഡ് ചെയ്ത് നോക്കുക. 453 എന്ന് കിട്ടും. ഇനിയോ 3000 പ്ലസ് 453 ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? 3453. ഇങ്ങനെ ചെയ്താൽ ആൻസർ കിട്ടും. മിസ് പറഞ്ഞ പോലെ ചെയ്താൽ ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ കിട്ടും. ഇത് ഈ പറഞ്ഞ പ്രകാരം ചെയ്താലോ പല പല സ്റ്റെപ്സ് ആയിട്ട് ആൻസർ ക്രോഡീകരിച്ചിട്ട് അവസാനം ഫൈനൽ ആൻസർ കിട്ടും അല്ലേ? ഇനി 7510 7. ഓക്കെ, എന്ത് കിട്ടും ആൻസർ? നമുക്ക് നോക്കാം. 7000 ഉണ്ട്, 500 ഉണ്ട്, 10 ഉണ്ട്, 7 ഉണ്ട്. ടെക്സ്റ്റ് പറഞ്ഞ പ്രകാരം 10 പ്ലസ് 7 എന്താണ്? 17 അല്ലേ? ഇനി 500 പ്ലസ് 17 എന്ത് കിട്ടും? 517. ഇനി 7000 പ്ലസ് 517 എന്ത് കിട്ടും? 7570 എന്ന് കിട്ടും. അപ്പൊ എല്ലാവരും ചെയ്യുമല്ലോ? ചെയ്യത്തില്ലേ? അഡീഷണൽ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. 5000 പ്ലസ് 200 പ്ലസ് 60 പ്ലസ് 9 അതെങ്ങനെ ചെയ്യും? ആദ്യമേ 60 പ്ലസ് 9 ചെയ്യുക, 69 കിട്ടും. പിന്നെ 200 പ്ലസ് 69 ചെയ്യുമ്പോൾ അടുത്ത റൗണ്ടിൽ 269 എഴുതുക. എന്നിട്ടോ ഇനി 269 പ്ലസ് 5000 ചെയ്യുമ്പോൾ താഴെ കാണുന്ന ആ ബോക്സിൽ 5269 എന്ന് കിട്ടും. ചെയ്യത്തില്ല എല്ലാവരും? അങ്ങനെ താഴത്തുള്ള രണ്ട് എക്സസൈസും ചെയ്യണം കേട്ടോ. ഇതുപോലെ തന്നെ ഫൈൻഡ് ദ സം. എല്ലാം സമ്മിന്റെ കളിയാ അല്ലെ? 7000 പ്ലസ്
200 plus 40 plus 8. ഇത് മിസ് പറഞ്ഞ വിദ്യ ചെയ്യുന്നതാണ് നല്ലത്. 7000 എഴുതി, പിന്നെ പ്ലേസ് വാല്യൂ അനുസരിച്ച് 002 04 8 പ്ലസ് ചെയ്യുക. നോക്കാം, 0 plus 0 plus 0 plus 8 8 ആണ്. 10ന്റെ സ്ഥാനത്തുള്ള 0 plus 0 plus 4 ആണ്. 0 plus 2 2 ആണ്. 7ന്റെ കൂടെ ആഡ് ചെയ്യാനൊന്നുമില്ല, അപ്പോൾ 7 ഇങ്ങോട്ട് എഴുതി. ആൻസർ എന്ത് കിട്ടി? 7248 എന്ന് കിട്ടി അല്ലേ. ഇനി അടുത്തത് 2000 plus 300 plus 60 plus 8 60 plus 4 എന്ത് കിട്ടും? ആൻസർ ചെയ്ത് 2000 എഴുതുക, 300 എഴുതുക, 60 എഴുതുക, 4 എഴുതുക. ആൻസർ എന്ത് കിട്ടും? 2364 കിട്ടും. ആൻസർ ഇതുപോലെ സ്റ്റെപ്പ് വൈസ് ആയിട്ട് ചെയ്യുക. 5000 plus 200 plus 80 plus 9 അത് ആൻസർ ചെയ്യുമ്പോഴും 5289 എന്ന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ മിസ് കാണിച്ചു. 7000 plus 400 plus 5. ഇവിടെ 2 ഡിജിറ്റ് നമ്പർ ഇല്ല അല്ലേ, ഓർത്തോണം. അപ്പൊ നമ്മൾ എഴുതാം 7000 ഓക്കെ 400 plus 400. ഇനിയോ, ഇനി 5 ഉള്ളു. 5ന്റെ അവിടെ വൺസ് മാത്രമേ ഉള്ളൂ. അപ്പൊ 5 ഞാൻ വൺസിന്റെ കൂടെയാണ് എഴുതിയത്. ഓക്കെ, ഇനി ആഡ് ചെയ്യാം. 0 plus 0 plus 5 5 ആണ്. 0 plus 0 0 ആണ്. 0 plus 4 4 ആണ്. 7ന്റെ കൂടെ ഒന്നുമില്ല, അപ്പൊ 7 ഇങ്ങോട്ട് എഴുതി. 7405 എന്ന് കിട്ടി അല്ലേ. അതുപോലെ തന്നെയോ അടുത്ത ദിവസം ചെയ്യാം. 6000 plus 30 plus 8 6000 എഴുതുക, എന്നിട്ടോ 30 എഴുതുക. 6000 എഴുതുക, എന്നിട്ടോ 30 എഴുതുക. 30 plus 8 എഴുതുക. ആൻസർ എന്ത് കിട്ടും? 6000 30 plus 8 ആൻസർ എന്ത് കിട്ടും? ഓക്കെ, 6000 30യുടെ അവിടെ ടെൻസും വൺസും ടെൻസും മാത്രമേ ഉള്ളൂ. 8ന്റെ കൂടെ വൺസ് എന്ന പൊസിഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് പൊസിഷൻ അനുസരിച്ച് ആഡ് ചെയ്യാം. 0 plus 0 plus 8 എന്താണ്? 8 ആണ്. 0 plus 3 എന്താണ്? 3 ആണ്. ഈ 0 താഴത്തോട്ട് എഴുതി. ആഡ് ചെയ്യാൻ താഴത്തോട്ട് 100ന്റെ സ്ഥാനത്ത് ഒരു നമ്പറും ഇല്ല. പിന്നെയോ 6 എഴുതി. അപ്പൊ 6038 എന്ന ആൻസർ കിട്ടും അല്ലെ. 6038. ഇനി അങ്ങനെ 8008 അല്ലാതെ ആഡ് ചെയ്യോ? 8000 plus 80 0 0 plus 8 8 0 8 8080 എന്ന ആൻസർ കിട്ടും അല്ലെ. അപ്പൊ എല്ലാവരും പ്ലേസ് വാല്യൂ അനുസരിച്ച് 1s 10s 100 1000 അങ്ങനെ പ്ലേസ് വാല്യൂ അനുസരിച്ച് ഇതുപോലെ ഓർഡർ ആക്കി എഴുതി എല്ലാവരും ആൻസർ കണ്ടുപിടിക്കുമല്ലോ. കണ്ടുപിടിച്ച് ആ പേജ് നമ്പർ 14 ചെയ്യണം കേട്ടോ. ഇനി ആഡ് ഈച്ച് സെറ്റ്, അങ്ങനെ ഇതുപോലെ തന്നെ ആഡ് ചെയ്യാനാണ് പറയുന്നത്. 4 നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ഓരോ റൗണ്ടിലും. ആ നമ്പേഴ്സ് ആഡ് ചെയ്ത് എഴുതാനാണ് പറയുന്നത്. 7000 plus 300 plus കണ്ടോ, 7000 plus 300 plus 20 plus 4 എങ്ങനെ ചെയ്യും? 7000 plus 300 plus 20 plus 4 ചെയ്യണം. എങ്ങനെ ചെയ്യും? 7000 plus 300 plus 20 plus 4 ഇതുപോലെ തന്നെ എഴുതാം. 7000 എഴുതി, 300 എഴുതി, 20 എഴുതി, 4 എഴുതി. ആഡ് ചെയ്യുവാണേ 0 plus 0 plus 0 plus 4 4 0 plus 0 plus 2 2 0 plus 3 3 7. ആൻസർ കിട്ടി 7324. അഡീഷൻ തന്നെ അല്ലേ, വലിയ വ്യത്യാസമുണ്ടോ? ഒന്നുമില്ല. അതുകൊണ്ട് ആ താഴത്തെ റോ കംപ്ലീറ്റ് ചെയ്യുമല്ലാവും. ഇടക്കത്തെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ മിസ് ഡൗട്ട് മാറാൻ വേണ്ടി പറഞ്ഞുതരാം. നോക്കിക്ക് 200 plus 9000 plus 1 എന്ന് കൊടുത്തിരിക്കുക. അപ്പൊ എന്ത് ചെയ്യണം? 9000 വലിയ നമ്പർ ആദ്യം അങ്ങോട്ട് എഴുതുക, 200 എഴുതുക. പിന്നെയുള്ള അടുത്ത പറയുന്ന നമ്പർ 200 ആണ്. ഇനിയോ 1 എഴുതുക. കണ്ടോ? ഇത് ആഡ് ചെയ്തേ. 0 plus 0 plus 1 1 0 plus 0 0 0 plus 2 2 9 അങ്ങോട്ട് എഴുതി. കണ്ടോ? ഇനിയോ 5000 plus 6 ചെയ്താൽ 5006 ആൻസർ കിട്ടും. ഇനി എന്താണ് ഡൗട്ട്? 7000 plus 90. ഓക്കെ, വേറൊന്നുമില്ല. അതിന്റെ കൂടെ ആഡ് ചെയ്യാൻ കണ്ടോ? സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ 0 plus 0 0 0 plus 9 9 0 7. ആൻസർ എന്ത് കിട്ടി? 7090 എന്ന് കിട്ടി. അപ്പൊ എല്ലാം സിമ്പിൾ അല്ലേ? അഡീഷണൽ എളുപ്പമല്ലേ? എല്ലാവർക്കും അറിയാലോ. അപ്പൊ എല്ലാവരും ചെയ്യണം കേട്ടോ. പേജ് നമ്പർ 14 കംപ്ലീറ്റ് ചെയ്യണം. ഇനി
ഇനി അടുത്തത് പേജ് നമ്പർ 15. അവിടെ വേറൊരു ടെക്നിക്കാണ്. അവിടെ 3 into 1000 plus 8 into 100 plus 2 into 10 plus 6 into 1 എന്നാ കൊടുത്തിരിക്കുന്നത്. അതെങ്ങനെയാ? 3 ബ്രാക്കറ്റിൽ 1000 കൊടുത്തിരിക്കുക, പ്ലസ് 8 ബ്രാക്കറ്റിൽ 100 കൊടുത്തു, പ്ലസ് 2 ബ്രാക്കറ്റിൽ 10 കൊടുത്തു, പ്ലസ് 1. ഇവിടെ 3 പ്രാവശ്യം 1000 ഉണ്ട്, 8 പ്രാവശ്യം 100 ഉണ്ട്, 2 പ്രാവശ്യം 10 ഉണ്ട്, പിന്നെ 6 പ്രാവശ്യം 1 ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ബ്രാക്കറ്റ് മാറ്റി കൊടുക്കണം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിലോ എന്ത് ചെയ്യണം? ഈ ബ്രാക്കറ്റിലുള്ള നമ്പർ അത് കൂടെയുള്ള നമ്പറിനോടൊപ്പം അത്രയും തവണ ആഡ് ചെയ്യണം. അതായത് 1000 പ്ലസ് 1000 പ്ലസ് 1000. അതാണ് ഇവിടുത്തെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇനിയോ 8 പ്രാവശ്യം 100 ആഡ് ചെയ്യണം. ഇതിനെക്കാട്ടി എളുപ്പം വേറൊരു ടെക്നിക്ക് ഉണ്ട്. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനത്തെ അഡീഷൻ ചെയ്യാവുള്ളൂ. ഒരു ബ്രാക്കറ്റുമായിട്ട് അഡീഷൻ ആയിട്ടൊരു ക്വസ്റ്റ്യൻ തന്നാൽ ആദ്യം ചെയ്യേണ്ടത് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ള പദ്ധതികൾ ആദ്യം നോക്കണം. അതിനായിട്ട് ഈ നമ്പറും ഈ ബ്രാക്കറ്റിനകത്തുള്ള നമ്പറും മൾട്ടിപ്ലൈ ചെയ്യണം. 3 into 1000. 3 into 1000 എന്ത് കിട്ടും? 3000 എന്ന് കിട്ടും. ഇനി ഈ പ്ലസ് ഇങ്ങോട്ട് എഴുതി. ഇനി ഇതിന്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ പോവാം. 8 into 100 800 എന്ന് കിട്ടി. ഇനി ഇതിന്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോവാം. 2 into 10 20 എന്ന് കിട്ടി. ലാസ്റ്റ് കൊണ്ട് ആൻസർ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോവാം. പ്ലസ് അതുപോലെ എഴുതി. 6 into 1 6. കണ്ടോ? അപ്പോൾ നമുക്ക് ഇനി ചെയ്യാൻ പറ്റും. 3000 plus 800 plus 20 plus 6. ഇനിയോ അടുത്തൊരു ക്വസ്റ്റ്യൻ. 8 into 1000 plus 5 into 100 plus 7 into 10 plus 4 into 1. എങ്ങനെ ചെയ്യും? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ഈ കാണുന്ന ഈ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? 8 into 1000 എന്ത് കിട്ടും? 8000 plus 500. 5 into 100 500 plus 7 into 10 70 plus 4 into 1 എത്രയാണ്? 4. ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി ആഡ് ചെയ്താൽ ഉത്തരം എഴുതാൻ പറ്റത്തില്ല അവിടെ എല്ലാവർക്കും. ഇത് ആഡ് ചെയ്ത് ഒരു വർക്ക് ബുക്ക് എടുക്കുക, അല്ലെങ്കിൽ ഒരു റഫ് ബുക്ക് എടുക്കുക, അല്ലെങ്കിൽ ഒരു പേപ്പർ എടുക്കുക. ഇത് ആഡ് ചെയ്തിട്ട് ഇവിടെ ഉത്തരം എഴുതുക. ഓക്കെ, ഇപ്പൊ 3 into 100 plus 5 into 1 plus 4 into 1000 plus 9 into 10. ഇവിടെ കുറച്ച് നമ്പേഴ്സ് സ്ഥാനം മാറ്റി കൊടുത്തിരിക്കുക അല്ലെ? 3 into 100 നമ്മൾ അതൊന്നും കണ്ട് പേടിക്കരുത് അല്ലെ? 5 into 1 plus 4 into 1000 plus 9 into 10. എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ആദ്യം എന്ത് ചെയ്യും? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കും. 3 into 100 300 plus 5 into 1 5 plus 4 into 1000 4000 plus 9 into 10 90. എന്നിട്ട് എന്ത് ചെയ്യും? വലിയ നമ്പർ ആദ്യം എഴുതും. 4000 പ്ലസ് പിന്നെ അത് കഴിഞ്ഞുള്ള വലിയ നമ്പർ 300 പ്ലസ് പിന്നെയോ 90 പ്ലസ് 5 ചെയ്ത് ആൻസർ കണ്ടുപിടിക്കും. എളുപ്പമല്ലേ? എങ്ങനെയൊക്കെ ചോദിച്ചാലും തിരിച്ചു മറിച്ചൊക്കെ ചോദിച്ചാലും നമുക്ക് കൂട്ടി ഉത്തരം പറയാൻ പറ്റും അല്ലേ? അപ്പൊ എല്ലാരും ചെയ്യല്ലോ. ഇനി എന്താ 6 into 100 plus 9 into 1000 ചോദിച്ചാലോ എന്ത് ചെയ്യും? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 9 into 1000 9000 plus 6 into 100 എത്രയാണ്? 600. 9000 plus 600 ആണ്. ഇനി 4 into 1000 plus 5 into 1 നമ്മൾ എന്ത് ചെയ്യും? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. 4 into 1000 4000 plus 5 into 1 എത്രയാണ്? 5. 4000 plus 5. ഓക്കെ, ഈ പേജ് നമ്പർ 15ലെ അഡീഷൻസ് എല്ലാവരും കംപ്ലീറ്റ് ചെയ്യാം. 16 പേജ് നമ്പർ 16 അവിടെയും അഡീഷനാ. അവിടെ 4 ഡിജിറ്റ് നമ്പറിൽ അഡീഷൻ ചെയ്യാൻ പോവാട്ടോ. 3000 2000 plus 3000 എന്ന് വന്നേക്കാം. നമ്മൾ അതുപോലെ tens 1s 10s 100,000 1s 10s 100,000 വൺസിന് നേരെയുള്ള നമ്പേഴ്സ് ആഡ് ചെയ്യുക. 0 plus 0 0 0 plus 0 0 0 plus 0 0 2 plus 3 5 അല്ലേ? അപ്പൊ ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചാലോ 7000 plus 1000
നമ്മൾ അതേ റൂൾ പ്രകാരം ആഡ് ചെയ്യും. 0 + 0 0, 0 + 0 0, 0 + 0 0, 7 + 1 8. അപ്പോൾ പേജ് നമ്പർ 16 ആ മുകളിലത്തെ എല്ലാവർക്കും ആഡ് ചെയ്യാൻ പറ്റത്തില്ലേ? ആഡ് ചെയ്യാലോ. നമുക്ക് പ്രാക്ടീസ് ബുക്ക് പഠിച്ച് തീർക്കണ്ടേ, എന്നാലും നമുക്ക് അടുത്ത ചാപ്റ്റർ പഠിക്കാൻ പറ്റത്തുള്ളൂ. അഡീഷനൊക്കെ എല്ലാവർക്കും എളുപ്പമാണ്. ഇനി പേജ് നമ്പർ 16 താഴത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, കണ്ടോ? 10,000 അവിടെ കൊടുത്തിരിക്കുന്നത്. 1s, 10s, 100, 1000. 1000 കഴിഞ്ഞാൽ 10,000 അല്ലേ? 10,000. 1s, 10s, 100, 1000, 10,000. 10,000 എന്ന് വായിക്കും അല്ലേ? അപ്പോൾ 10,000 കിട്ടാനായിട്ട് ഓരോ നമ്പേഴ്സിന്റെ കൂടെ ഏതോ ഒരു നമ്പർ ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ 10,000 കിട്ടാനായിട്ട് കണ്ടില്ലേ, മുകളിൽ കണ്ടോ 5,000 പ്ലസ് ഡാഷ് എന്ന് കൊടുത്തിട്ടുണ്ട്. കണ്ടോ 5,000 പ്ലസ് ഡാഷ് എന്തോ ഒരു നമ്പർ ആഡ് ചെയ്യുമ്പോൾ 10,000 കിട്ടും. ആ നമ്പർ ഏതാന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. ഈ വലിയ നമ്പറായ 10,000 നിന്ന് ഈ 5,000 സബ്ട്രാക്ട് ചെയ്യുക. -5,000 സബ്ട്രാക്ട് ചെയ്യാൻ നമുക്കറിയാം. 0 - 0 0, 0 - 0 0, -0. ഇവിടെ 0 - 5 പഠിത്തില്ല, ഇവിടെ 0 ആക്കി 10 ആക്കി. 10 - 5 5. 5,000 കൂടെ 5,000 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 10,000 കിട്ടുന്നത്. ഇനിയോ അടുത്തത് ഇനി അടുത്ത ചോദ്യം ഇതാണ്. 2,000 പ്ലസ് ഡാഷ്. 2,000 പ്ലസ് ഡാഷ് ഇസ് ഈക്വൽ 10,000. അപ്പോൾ 2,000 കൂടെ ഏതോ ഒരു നമ്പർ ആഡ് ചെയ്യുമ്പോൾ 10,000 കിട്ടും. ആ നമ്പർ കണ്ടുപിടിക്കാൻ 10,000 മൈനസ് 2,000 ചെയ്യണം. ഓക്കെ, 10,000 മൈനസ് 2,000. 0 - 0 0, 0 - 0 0, -0. 10 ആക്കി. 10 - 2 എന്താണ്? 8,000. അപ്പൊ എന്താണ്? 2,000 കൂടെ 8,000 ആഡ് ചെയ്താലേ നമുക്ക് 10,000 കിട്ടത്തുള്ളൂ. അങ്ങനെ ഈ സർക്കിൾ കംപ്ലീറ്റ് 10,000 കിട്ടാനായിട്ട് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിന്റെ കൂടെ മറ്റൊരു നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 10,000 കിട്ടേണ്ടത്. ആ ആഡ് ചെയ്യേണ്ട നമ്പർ ഏതാന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഈ 10,000 കൂടെ 10,000 മൈനസ് തന്നിരിക്കുന്ന നമ്പർ ചെയ്യുക. ഓക്കെ, ഇപ്പൊ 9,000 പ്ലസ് ഡാഷ് ഇസ് ഈക്വൽ 10,000 അല്ലേ? അപ്പോൾ ആ ഡാഷ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 10,000 മൈനസ് 9,000 ചെയ്യുക. അപ്പൊ എന്താ ആൻസർ കിട്ടും? 1,000 എന്ന ആൻസർ കിട്ടും. ഇനി 4,000 പ്ലസ് ഡാഷ് ഇസ് ഈക്വൽ 10,000. 4,000 കൂടെ ഏതോ നമ്പർ ആഡ് ചെയ്യുമ്പോൾ 10,000 കിട്ടും. ആ ഏതോ ഒരു നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 10,000 മൈനസ് 4,000 ചെയ്യുക. ഈ 10,000 കൂടെ ക്വസ്റ്റ്യൻ തന്നേക്കുന്ന ആ 1,000 ആ നമ്പർ മൈനസ് ചെയ്യുക. അപ്പോൾ ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ എല്ലാവരും ഈ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യലോ. 10,000 നിന്നും ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ആ നമ്പർ മൈനസ് ചെയ്യുക. അപ്പൊ കൂടെ എഴുതേണ്ട ആൻസർ ആയിട്ടുള്ള ഉത്തരം കിട്ടും. അപ്പൊ എല്ലാവരും ചെയ്യണം കേട്ടോ. ഇനി ഫൈൻഡ് ദ സം. ഇവിടെയും സം ഫുൾ അഡീഷൻ ആട്ടോ, ഇന്ന് മുഴുവൻ അഡീഷൻ. ഈ അഡീഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ക്വസ്റ്റ്യൻസ്, വലിയ വലിയ ക്വസ്റ്റ്യൻസിലോട്ട് പോകാൻ. അപ്പൊ എല്ലാവരും അഡീഷൻ ചെയ്യണേ. ഇവിടെയും തരം തിരിച്ചു കൊടുത്തിരിക്കുക. 1s ഉണ്ട്, 10s ഉണ്ട്, 100 ഉണ്ട്, 1000 ഉണ്ട്. അപ്പൊ 3,425 പ്ലസ് 5,231 ആൻസർ ചെയ്യുക. ഓക്കെ, 3,425 പ്ലസ് 5,231. ബോറോ ചെയ്യണ നമുക്കിങ്ങനെ ഈ ക്യാരി 1 ഒക്കെ കാണും, അത് കൊടുക്കാം. 5 + 1 6, 2 + 3 5, 4 + 2 6, 3 + 5 8. ആൻസർ കിട്ടി 8656. ഓക്കെ, അപ്പൊ എന്തൊക്കെ നമ്പേഴ്സ് വന്നാലും കൺഫ്യൂഷൻ ആവോ? എല്ലാവരും ചെയ്യത്തില്ലേ? ചെയ്യാം. പേജ് നമ്പർ 17, പേജ് നമ്പർ 18, പേജ് നമ്പർ 19. 19ഉം എളുപ്പമാണ്, 19 ചെയ്യുക. ആൻഡ് പേജ് നമ്പർ 20. പേജ് നമ്പർ 19 മിസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഡൗട്ട് വരാൻ എല്ലാ അഡീഷൻ ആണ്, ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നത്. 6 + 7 എന്താണ്? 6 + 7 എത്ര കിട്ടും? 30 എന്ന് കിട്ടും. 60 + 70 എന്താണ്? 130 കിട്ടും. 600 + 6 + 7 എന്ത് കിട്ടും? 13 കിട്ടി. 60 + 70 എന്ത് കിട്ടും? 130 കിട്ടി. പിന്നെയോ 600 + 700 ചെയ്യുമ്പോഴോ
എന്ത് കിട്ടും? 1300 കിട്ടും. ഓക്കെ, അപ്പോൾ 8+4 എന്താണ്? എന്ത് കിട്ടും? 12 എന്ന് കിട്ടും. ഇനി 80+40 എന്ത് കിട്ടും? 120 എന്ന് കിട്ടും. ഇനിയോ 800+400 എന്ത് കിട്ടും? എന്ത് കിട്ടും? 1200 കിട്ടും. ഇവിടെ ഒരു എളുപ്പ വിദ്യ മിസ് പറഞ്ഞുതരാം. നമ്മൾ ആദ്യം 8 ചെറിയ വൺസ് ഒറ്റ ഡിജിറ്റ് നമ്പേഴ്സ് ആഡ് ചെയ്തല്ലേ? 8+4 എന്ത് കിട്ടി? 12 എന്ന് കിട്ടി. ഇനി ഇരട്ട ഡിജിറ്റ് വൺസും ടെൻസും രണ്ടക്ക നമ്പേഴ്സ് ആഡ് ചെയ്തല്ലേ? രണ്ടക്ക നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോൾ ഈ കിട്ടുന്ന ഉത്തരത്തിൽ വല്ല വ്യത്യാസമുണ്ടോ? ഈ 8+4 ചെയ്തപ്പോൾ കിട്ടുന്ന ഉത്തരത്തിൽ വല്ല വ്യത്യാസമുണ്ടോ? ഇല്ല, 12 തന്നെയാ അല്ലെ? പക്ഷെ 8ന്റെ കൂടെയും 4ന്റെ കൂടെയും ഓരോ സീറോസ് വീതമുണ്ട്. അപ്പൊ ആ സീറോയും കൂടെ എഴുതി കൊടുക്കാം. ഇവിടെയോ ഈ 8+4 ചെയ്ത് കിട്ടിയ 12 തന്നെ ഇവിടെ ഉണ്ട്. പക്ഷെ 8ന്റെ കൂടെ 2 സീറോ ഉണ്ട്, 4ന്റെ കൂടെ 2 സീറോ ഉണ്ട്. അപ്പൊ ആൻസറിന്റെ കൂടെ 2 സീറോ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി അടുത്ത ദിവസം മിസ് കാണിച്ചു തരാം. 3+9 എന്ത് കിട്ടും? എന്ത് കിട്ടും? 12 കിട്ടും. ഓക്കെ, അപ്പൊ 30+9 എന്താണ്? 30+90 എന്ത് കിട്ടും? ഈ 9ന്റെയും 3യുടെയും കൂടെ ആഡ് ചെയ്ത് കിട്ടിയ 12 അവിടെ എഴുതി. പക്ഷെ അവിടെ കൂടെ ഒരു സീറോ ഉണ്ട്, ആ സീറോ ഇട്ട് കൊടുക്കുക. ഇനി 300+900 ആണെങ്കിലോ ഈ 3യുടെയും 9ന്റെയും കൂടെ ആഡ് ചെയ്ത 12 ഒരു വ്യത്യാസമില്ല. പക്ഷെ 3യുടെ കൂടെ 2 സീറോ, 9ന്റെ കൂടെ 2 സീറോ. അപ്പൊ അവർക്ക് രണ്ടുപേർക്ക് 2 സീറോ വീതമുണ്ട് അല്ലെ? ആ 2 സീറോ ഇട്ട് കൊടുക്കും. ഓക്കെ, അപ്പൊ ആ ടെക്നിക്കാണ്. ആ ടെക്നിക്ക് വെച്ചിട്ട് ഈ പേജ് നമ്പർ 19 കംപ്ലീറ്റും എല്ലാവരും ഫില്ല് ചെയ്യുക. ഇനി സ്പ്ലിറ്റ് ആൻഡ് ആഡ്. ഇനി സ്പ്ലിറ്റും ആഡ് ചെയ്യുകയാണ്. 725 അതിനെ സ്പ്ലിറ്റ് ചെയ്തു. 700+20+5 854. 800+50+4 ആഡ് ചെയ്തു. 5+4 എന്ത് കിട്ടി? 9 എന്ന് കിട്ടി. 20+50 എന്ത് കിട്ടി? 70 എന്ന് കിട്ടി. 700+800 എന്ത് കിട്ടി? 1500 കിട്ടി. ഇത് തമ്മിൽ കൂട്ടി നോക്കിയപ്പോഴും ആൻസർ എന്ത് കിട്ടി? 1579 കിട്ടി അല്ലേ? നമ്മള് 725+854 എന്ന് ഒരുമിച്ച് ആഡ് ചെയ്താലും ഇതേ ഉത്തരം, സ്പ്ലിറ്റ് ചെയ്ത് ആഡ് ചെയ്താലും ഒരേ ഉത്തരം തന്നെ കിട്ടും. അല്ലാതെ 725 ഒന്ന് ആഡ് ചെയ്തേ. 725+854 ചെയ്ത് നോക്കിയേ, അപ്പോഴും 1579 തന്നെ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ മിസ് പഠിപ്പിച്ചുതരാം. 645+523 ഇത് നമ്മൾ ആദ്യം ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. 5+3 എത്രയാണ്? 8. 4+2 6. 6+5 എന്താണ്? 11. ഓക്കെ, ഇനി സ്പ്ലിറ്റ് ചെയ്യാൻ പോകണേ. 600+40+5. 6ന്റെ സ്ഥാനം 100 അല്ലേ? അപ്പൊ 100 ആവാൻ വേണ്ടി 2 സീറോ ഇട്ട് കൊടുത്തു. 1's tens 100. 40യുടെ സ്ഥാനം 10s ആണ്, ഒരു സീറോ ഇട്ടു. 5ന്റെ സ്ഥാനം 1s ആണ്, 1 മാത്രം മതി. ഇനി 500+20+3 ഇത് തമ്മിൽ ഞാൻ ആഡ് ചെയ്യാൻ പോവാം കേട്ടോ. സ്പ്ലിറ്റ് ചെയ്ത് ആഡ് ചെയ്യും. 5+3 എന്താണ്? 5+3 എനിക്ക് എന്ത് കിട്ടും? 80 കിട്ടും. 40+20 60 ആണ്. 600+500 എന്ത് കിട്ടും? 1100 കിട്ടും. ഓക്കെ, അപ്പോഴോ ഇതെല്ലാം ഒരുമിച്ചൊന്ന് ആഡ് ചെയ്ത് നോക്കിക്കേ. 1100+60+8 എന്ത് കിട്ടും? ഈ ഉത്തരം തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ എങ്ങനെ ഈ നമ്പേഴ്സ് ഒരുമിച്ച് ആഡ് ചെയ്താലും സ്പ്ലിറ്റ് ചെയ്ത് ആഡ് ചെയ്താലും ആൻസർ എന്താണ്? എന്ത് കിട്ടും? 11,000. ഒരേ ഉത്തരം തന്നെ കിട്ടും അല്ലെ? അഡീഷന്റെ പ്രത്യേകതയാണ് ഒരേ ഉത്തരം തന്നെ കിട്ടും അല്ലെ? ആ അഡീഷന്റെ പ്രത്യേകതയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ എല്ലാവരും ഫിൽ ചെയ്ത് കൊടുക്കുമല്ലോ. പേജ് നമ്പർ 20 എല്ലാവരും ചെയ്തില്ലേ? ഇനി പേജ് നമ്പർ 21. പേജ് നമ്പർ 21 ഇതുപോലെ തന്നെ അഡീഷൻ ആട്ടോ. എല്ലാം അഡീഷൻ ആണ്. പേജ് നമ്പർ 17 ചെയ്ത പോലെ തന്നെ അഡീഷൻ ആണ്. പേജ് നമ്പർ 22 വരെ അത് തന്നെയാണ്. അപ്പൊ പ്ലേസ് വാല്യൂ വെച്ച് എല്ലാവരും ആഡ് ചെയ്യുക, ഉത്തരം കണ്ടുപിടിക്കുക. പേജ് നമ്പർ 22 വരെയുള്ള ഹോംവർക്സ് എല്ലാം മിസ് ചെയ്ത് അയച്ചു തരണം. ഡൗട്ട് വന്നാൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യണം. എല്ലാം അഡീഷനാണ് മക്കളെ. എല്ലാം പഠിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. പേജ് നമ്പർ 11 to പേജ് നമ്പർ 22 വരെയുള്ളതെല്ലാം ചെയ്ത് മിസ്സിന് ഹോംവർക്ക് ആയിട്ട് ഇട്ട് തരണം. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാം അഡീഷനാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്.